അതെ, ഞങ്ങൾ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ മേടിക്കുക എന്ന് ഉദ്ദേശിച്ചെന്താണെന്നറിയാമോ? ഇവക്ക് ഡ്രൈവിംഗ് ഓടിക്കാൻ വേണ്ടിയാ. ഇത്രയായിട്ടും ഡ്രൈവിംഗ് അറിയില്ല, എന്ത് മണ്ടത്തരാവും പറയണേ. ഞാൻ കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് മുതൽ പറയണത് മോളെ ഡ്രൈവിംഗ് പഠിക്കുന്നത്. ഇന്നിപ്പോ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഡ്രൈവിംഗ് പഠിക്കാതെ അവർക്കൊരു ജീവിതമുണ്ടോ? ഇത് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ ഇവൾക്ക്? കേട്ടില്ല, സാറ് പറഞ്ഞ കേട്ടില്ലേ? എന്തായാലും സാറിന് ഡ്രൈവിംഗ് അറിയാലോ. ഇല്ല, എനിക്ക് പേടിയാണ്, എനിക്ക് പഠിക്കാൻ അറിയില്ല. ഇവള് പഠിച്ചിട്ട് വേണം എനിക്ക് പഠിക്കാൻ. അത് ശരി, ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാക്കും ഡ്രൈവിംഗ് അറിയില്ല. ഇല്ല. അപ്പൊ നിങ്ങൾ ഈ കാർ ഇവിടുന്ന് എങ്ങനെ കൊണ്ടുപോകും? കാർഗോയിൽ കൊണ്ടുപോകും. അതിലൊരു കാറിലെ ഇവനെ ഞാൻ കൊല്ലും. ഞങ്ങൾ സുഹൃത്തെ, തനിക്കറിയാമോ, എന്റെ അച്ഛൻ ഒരു ഡ്രൈവറായിരുന്നു, ടാക്സി ഡ്രൈവർ. വാടകയ്ക്ക് വണ്ടി എടുത്തിട്ടാണ് പുള്ളി ഓടിച്ചിരുന്നത്. അവസാനം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പുള്ളി പൈസ മുടക്കി പുള്ളി ഓടിച്ചിരുന്ന ആ കാറ് പുള്ളി സ്വന്തമാക്കി. അന്തസ്. അതെ, അന്തസ്. സാറേ സത്യം പറയട്ടെ, സെയിം പിച്ച്. എന്റെ അച്ഛൻ ഇതുപോലെ, അച്ഛൻ ലോറി ഡ്രൈവർ ആയിരുന്നേ, ഒരു മുതലാളിയുടെ കീഴില്. ഇപ്പൊ സ്വന്തമായി കാശുണ്ടാക്കി ആ ഓടിച്ചുകൊണ്ടിരുന്ന ലോറി തന്നെ എന്റെ അച്ഛൻ വാങ്ങിച്ചു. എന്റെ അച്ഛൻ ഓടിക്കുന്ന വണ്ടി ആർക്കും വാങ്ങിക്കാൻ പറ്റില്ല. അതേതാ വണ്ടി? തീവണ്ടി.